രാജ്ഭവനിലെ ആസിഫിലെ ഒരു നേതാവ് ഗുരുമൂർത്തി വന്ന് അവിടെ നൽകാം. ഓ, അത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചതാ. അല്ല, രാജ്ഭവനിൽ ഉള്ളത് ആരാ? ആരാന്ന് അത് പറ. അതൊന്ന് പറയാൻ തന്നെ വിളിക്കുന്നു. പിന്നെ അത് ഗവർണറാണ്. അതിപ്പോ ഇപ്പൊ BJP കാരൻ പറഞ്ഞു കേട്ടില്ല, അയാൾ ശാസ്ത്രജ്ഞനാണെന്ന്, ലോകശാസ്ത്രജ്ഞനാണ് വന്നത്. അതാ കാര്യം. വർഗീയവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ട അതാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളും എല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എല്ലാ കാലത്തും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്ഭവന്റെ അകത്ത് ഇന്നയാൾ വന്നു പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയുള്ള ആളെന്നെ എല്ലാവർക്കും അറിയുന്നു. പോലെയുള്ള വ്യക്തമായ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണുള്ളത്. ഗവർണർ മാറിയതുകൊണ്ടോ? അല്ല, ഗവർണർ മാറി, ഇന്നയാൾ മാറി, ആ മാറ്റം തന്നെ. എന്ത് വിയോജിപ്പ് അറിയിക്കേണ്ടത്? അവിടെ ഒരാൾ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് ഇന്നയാൾ വന്നു, ഇന്നയാൾ പോകാൻ പാടില്ല രാജ്ഭവനിൽ നിശ്ചയമുണ്ടോ? ഉണ്ടോ? ഒരു രാജ്ഭവന്റെ പരിപാടിയില്ലേ? രാജ്ഭവന്റെ പരിപാടിയില്ലേ? ആ രാജ്ഭവന്റെ പരിപാടിയിൽ RS-കാരനാണല്ലോ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ പരിപാടി അവിടെ പങ്കെടുത്തത്? ഈ സോഷ്യലിസ്റ്റുകാരനെ പങ്കെടുത്തുകൊണ്ടാണ് രാജ്ഭവനിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സന്ദർഭത്തിൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ഏതെങ്കിലും ആര്, ഒന്നാമത് അവിടെ ഇരിക്കുന്ന ആൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആൾ, കൃത്യമായെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ള, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ശരിയായിട്ട് തർക്കമുണ്ടാവാം, ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ആ തർക്കമില്ലാതെ ഇത് തന്നെയാണ്. അല്ലാണ്ട് സോഷ്യലിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരനെയൊന്നും രാജ്ഭവൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു പ്രഭാഷണത്തിന് ഇതേവരെ ഈ കുറേ കാലമായിട്ട് ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്നവർ ആ രീതിയിൽ തന്നെയാണ് പരിപാടികൾ. അത് ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് കഴിഞ്ഞ ഗവർണറെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് കാവ്യവൽക്കരണമാണ്. ആ കാവ്യവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയായിട്ടാണ് അത് പ്രവർത്തിച്ചത്. അത് നമുക്ക് ആർക്കാ തർക്കമുണ്ടായിരുന്ന കാര്യത്തിൽ? ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ എതിർക്കായിരുന്നത്? എതിർക്കാതിരുന്നവരാരാണ്? നിങ്ങളല്ലേ എതിർക്കാതിരുന്നത്? ഞങ്ങൾക്ക് അന്നേരം ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എതിർക്കാത്തവർക്ക് ഇപ്പോൾ എതിർക്കാൻ ചില വ്യഗ്രതയുണ്ട്. വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതിന് ഞാൻ എതിരല്ല. ഇപ്പൊ ഇതിൻ്റെ അകത്ത് വർഗപരമായ വ്യത്യാസമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ തുളുമ്പി പോകുന്നതാണ്. കാരണം അദ്ദേഹം ഒരു വഴിക്ക് വെച്ച് RSSും BJP ഒക്കെ ആയതാണ്. അങ്ങനെയല്ല എല്ലാവരും. തുളുമ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? അസംബന്ധമാണ്. അല്ല, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. DPR ഞങ്ങൾ ഉണ്ടാക്കിയതാ. അറിയില്ല ആരെങ്കിലും പറഞ്ഞത്. എങ്ങനെ ഞാനറിയാം? ഇനി ആരെങ്കിലും പറഞ്ഞതനുസരിച്ചിട്ടാണോ DPR തയ്യാറാക്കുക ഗവൺമെന്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി? അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് തയ്യാറാക്കുന്നതാണോ DPR? അല്ലല്ലോ. DPR ഒരു വലിയ പ്രൊജക്ടിൻ്റെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന DPR തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണോ DPR തയ്യാറാക്കുന്നത്? ഇല്ല, തോന്നുന്നില്ല. ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഈ സമയം കൊണ്ട് തന്നെയും ഇതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് റീച്ചിലുണ്ടല്ലോ. അതെ, അതായത് മഴ ശക്തിപ്പെട്ടാൽ ഇനിയും ചില ഇടിയിലും പൊളിച്ചിലൊക്കെ ഉണ്ടാവും. അതിന് ആർക്കാ തർക്കമുള്ളത്? അങ്ങനെ സാധാരണ രീതിയിൽ വരുന്ന വിള്ളലോ പ്രശ്നമോ ആണെങ്കിൽ സഹിക്കാം. അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ട് കരിമ്പട്ടിയിൽ, അതായത് നിർമ്മാണ പ്രക്രിയയിൽ തന്നെ വൈകല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അതിശക്തിയായിട്ട് നടപടിയിലേക്ക് പോയത്. അല്ലാണ്ട് കേവലമായ ഇടിയിലും പൊളിച്ചിലും മാത്രമല്ല. അതിപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അത് പരിഹരിച്ച് പോവുകയും ചെയ്യും. പക്ഷേ അതല്ല ഇപ്പോൾ ഉണ്ടായത്. വളരെ മൗലികമായ പ്രശ്നമാണ്, മാറ്റാണ്. അതുകൊണ്ടാണ് കരാർ കമ്പനിക്കാരനെ തന്നെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. വൈകാൻ പാടില്ല. അത് ഉറപ്പായ നിലപാടാണ്. ഇതിൻ്റെ പേരിൽ റോഡ് നിർമ്മാണം വൈകാൻ പാടില്ല.
എങ്ങനെയെങ്കിലും വൈകി കെട്ടണമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ റോഡ് ഗതാഗത യോഗ്യമായാൽ അത് വലിയ പ്രശ്നമായിരിക്കും.